ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ അയ്യോ പാമ്പ്! അയ്യോ പാമ്പ്! അമ്മേ പാമ്പ്! പാമ്പ്! അയ്യോ അമ്മേ! അയ്യോ പാമ്പ്! പാമ്പ്! തൽക്കാലം നീ ഇത് തങ്കത്തിനോട് പറയാൻ നിൽക്കണ്ട. ഞാൻ കൃഷ്ണമോളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചോളാം. കണ്ടാല് അപ്പൊ തന്നെ ഒന്ന് വിളിച്ചേക്കണേ. എനിക്കൊരു മനസമാധാനം ഉണ്ടാവില്ല. പിന്നെ നീ ഇങ്ങനെ മനസ്സമാധാനം ഇല്ലായ്മയും കാണിച്ചോണ്ട് തങ്കത്തിന്റെ മുമ്പിൽ പോയി നിൽക്കണ്ട. ഞാൻ ഏതായാലും കൃഷ്ണമോളെ കൂട്ടിയിട്ടേ വരൂ. ഞാൻ ഒന്നുകൂടെ തിരക്കട്ടെ. ശരി. അമ്മേ, ഗാതമോളെ കണ്ടോ? ഇല്ല. ഞാൻ മുറിയിൽ പോയി നോക്കി, മോളവിടെ ഇല്ലല്ലോ. ഈ കുട്ടി ഇതെവിടെ പോയി? വാ നമുക്ക് നോക്കാം. എന്തു പറ്റി മോളെ? എന്തിനാ മോൾ ഇവിടെ വന്ന് നിൽക്കുന്നേ? എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ മോക്ക്? എന്താ അമ്മ വിളിക്കാത്തെ? സന്ധ്യയായപ്പോ മുതല് മനസ്സില് പേടി കൂടി കൂടി വരിക. ഇന്നലെ കണ്ട നാഗം ഈ വീട്ടിൽ തന്നെ എവിടെയോ പതിയിരിക്കുന്നെന്ന് എനിക്കൊരു തോന്നല്. അയ്യോ, ഇങ്ങനെ പേടിച്ചാലോ മോളെ? അല്ലെങ്കിൽ തന്നെ ആരാ ഇത് പറയുന്നേ? സർപ്പബലി ദിവസം വന്ന ദിവ്യനാഗത്തിന്റെ രൂപം കണ്ട് എല്ലാവരും കണ്ണുപൊത്തിയിരുന്നപ്പോ ധൈര്യപൂർവം അതിന്റെ മുന്നിലിരുന്ന എന്റെ കുട്ടിയാണോ ഈ പറയുന്നേ? പക്ഷേ ഇന്നലത്തെ സംഭവത്തോടെ ശരിക്കും എന്റെ മനസ്സിലെ പേടി കൂടി. ഈ നാഗശാപൊന്നും ഇതുവരെ തീർന്നില്ലേ? മോളെ, നാഗശാപം പൂർണ്ണമായിട്ട് അവസാനിച്ചെന്ന സിദ്ധം പറഞ്ഞത് സത്യവാ. അദ്ദേഹം പറഞ്ഞാല് അതിലും മാറ്റമില്ല. പിന്നെ എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നേ? എന്തോ ചില കഷ്ടകാലങ്ങൾ ഇനിയും ബാക്കി കിടക്കുന്നുണ്ടോന്നൊരു തോന്നൽ. പക്ഷേ അത് പ്രാർത്ഥന കൊണ്ടും ഭക്തി കൊണ്ടും മാത്രം മറികടക്കേണ്ടത്. മോള് നാഗപ്രീതിയുള്ള കുട്ടിയാ. മോള് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാല് പിന്നെ ഒരു ഉപദ്രവം ഉണ്ടാവില്ല. സന്ധ്യാനേരത്ത് സ്ഥിരമായി വെക്കുന്ന ദീപം പോലും മുടങ്ങി. മോളെ, മോള് വന്ന് പൂജാമുറിയിൽ ഒരു ദീപം വെക്ക്. അതിന്റെ മുന്നിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ച നിന്റെ ഈ പേടിയൊക്കെ മാറാവുന്നതേ ഉള്ളൂ. വേണ്ടമ്മേ, എനിക്കതൊന്നും വയ്യാഞ്ഞിട്ടാ. പറയുന്ന കേക്ക് കൂട്ടി. മനസ്സിലുള്ള പേടിയും തോന്നലും ഒക്കെ അങ്ങനങ്ങ് മാറട്ടെ. അതല്ലേ അമ്മ പറയുന്നത്? ചെല്ലുമോളെ, കളരിക്കൽ കുടുംബത്തിന്റെ നാഗശാപം തീർത്ത പെൺകുട്ടിയെ ഇനി നാഗങ്ങൾ ഉപദ്രവിക്കില്ല. വിശ്വസിക്കേ. വാ മോളെ, വാ, വരൂ. എന്തു പറ്റി ഈ കുട്ടിക്ക്? അടിയുറച്ച ഭക്തിയില് ആടിയോലയാതെ നിന്ന മനസ്സാ. അതുപോലും തകർന്നു പോയല്ലോ ഈശ്വര. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അതെ, എന്റെ കൂടെ ലോട്ടറി വിറ്റുകൊണ്ട് നടക്കുന്ന കൃഷ്ണമോളെ കണ്ടായിരുന്നു? ഇല്ല. ഇല്ലേ? കണ്ടില്ല. മോനെ, എന്റെ കൂടെ ലോട്ടറി വിറ്റുകൊണ്ട് നടക്കുന്ന കണ്ടായിരുന്നോ? ഇല്ല. കണ്ടില്ലേ? എന്റെ കൂടെ ലോട്ടറി വിറ്റുകൊണ്ട് നടക്കുന്ന കൃഷ്ണമോളെ കണ്ടായിരുന്നു? കണ്ടില്ലേട്ടാ? ഇല്ല. പറഞ്ഞോ. അത് ഞാൻ നോക്കാം. ശരി.
ഈശ്വര, ഇവിടെങ്ങും ആ കൊച്ചിനെ കാണുന്നില്ലല്ലോ. ഓ. വേണ്ട വേണ്ടെന്ന് കുറെ തവണ മനസ്സിൽ തോന്നിയതാ. എന്നിട്ടും അവളെ നിർബന്ധിച്ചപ്പോ സമ്മതിച്ചു പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും ദൈവമേ? അയ്യോ അയ്യോ പാമ്പ്! അയ്യോ പാമ്പ്! അമ്മേ പാമ്പ്! പാമ്പ്! അയ്യോ അമ്മേ! അയ്യോ ദേ പാമ്പ്! പാമ്പ്! പാമ്പ് എവിടെ? പാമ്പ്! പാമ്പുണ്ടമ്മേ! പാമ്പോ? എവിടെയോ മോളെ? നീ എന്തീ പറയുന്നേ? അയ്യോ പാമ്പ്! പാമ്പ്! ഇല്ല ഇല്ല. ഇല്ലമ്മ, ഞാൻ കണ്ടതാ. ആ, കരയാതെ, ഇവിടെ പാമ്പൊന്നുമില്ല. കണ്ടതാ, മോളെ. പാമ്പുണ്ട് ഇവിടെ. ഇവിടെ എങ്ങും ഒന്നുമില്ല. അയ്യോ നോക്ക് സുമിത്രേ, ഇത് കണ്ടിട്ടാ മോള് പേടിച്ചത്. മോളെ, ദേ അങ്ങോട്ട് നോക്കി. അതൊരു പൂമാലയാ. അതാ അവിടെ കിടന്നത്. അല്ല, ഇത് ഞാൻ നേരത്തെ കണ്ടതാ. പക്ഷെ ഇപ്പൊ കിടന്നത് പാമ്പ് തന്നെയാ. ദേ, അതെന്റെ കാലിൽ ഇവിടെ കൊത്തുകയും ചെയ്തു. അയ്യോ നോക്കട്ടെ. ഇങ്ങോട്ട് വന്നേ, വാ. ഇങ്ങോട്ട് വന്നേ, നോക്കട്ടെ, വാ. വാ. ഇരിക്ക്. നോക്കട്ടെ മോളെ, കാണിക്ക. ദേ ഇവിടെ. ഇവിടെ പാടൊന്നുമില്ലല്ലോ മോളെ. കൃഷ്ണ